അസ്സലാമലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 5 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം സ്ഥിരമായി പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വചനങ്ങളാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് നമ്മൾ എപ്പോഴാണ് കേൾക്കുന്നത്? എപ്പോഴും ബാങ്ക് വിളിക്കുന്ന സമയത്ത് 5 നേരവും നമ്മൾ പള്ളിയിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നുണ്ട്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതനാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന്റെ അർത്ഥം വരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതനും എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന്റെ അർത്ഥം. നമ്മെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവനും നമുക്ക് ആവശ്യമായ വായു, വെള്ളം, ഭക്ഷണം തുടങ്ങിയവ എല്ലാം നൽകി നമ്മെ സംരക്ഷിക്കുന്നവനുമാണ് അല്ലാഹു. നമ്മെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവനും നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വായു, വെള്ളം, ഭക്ഷണം തുടങ്ങിയവയെല്ലാം നൽകി നമ്മളെ സംരക്ഷിച്ചു പോരുന്നവനുമാണ് അല്ലാഹു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ എന്ത് വേണം? വായു വേണം, ശ്വസിക്കാൻ, കഴിക്കാൻ ഭക്ഷണം വേണം, കുടിക്കാൻ വെള്ളം വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെ? അവൻ സാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണെന്നും ആരാധനക്കർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ്. എന്താണ് തൗഹീദ് എന്നാണ് ഇവിടെ നമുക്ക് ചോദ്യം വരിക. അവൻ സാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണെന്നും ആരാധനക്കർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ്. അതാണ് ഇവിടെ ചോദ്യം വരിക. എന്താണ് തൗഹീദ്? രണ്ടാമത്തേത് ഒരു ചോദ്യം ഇവിടെ ഉള്ളത്, എന്താണ് ഷിർക്ക്? ഷിർക്ക് എന്താണ്? അല്ലാഹുവിനോട് തുല്യമായ മറ്റൊന്ന് ഉണ്ടെന്നോ ആരാധനക്ക് അർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കൽ. അതായത് അല്ലാഹു അല്ലാതെ അല്ലാഹുവിനെ പോലെ വേറൊരു അല്ലാഹു ഉണ്ട്, അല്ലാഹുവിനെ പോലെ നമുക്ക് ആരാധിക്കാൻ അർഹത മറ്റൊരു ഇതിനുണ്ട്. ബഹുദൈവ വിശ്വാസം എന്നൊക്കെ കേൾക്കുന്നില്ലേ? അതാണ്. അങ്ങനെ വിശ്വസിക്കലാണ് ഷിർക്ക്. അത് അല്ലാഹുവിനോട് പങ്കു ചേർക്കൽ എന്നാണ് ഇതിന്റെ ചുരുക്കരൂപം. അത് അല്ലാഹു പൊറുക്കാത്ത വൻ പാപമാണ്. ഏത്? ഷിർക്ക്. അല്ലാഹുവിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കൽ അല്ലാഹു പൊറുക്കാത്ത വൻ പാപമാണ്. അപ്പൊ നമ്മളിവിടെ തൗഹീദ് പഠിച്ചു, ഷിർക്ക് പഠിച്ചു. മുകളിൽ എന്ത് പഠിച്ചു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം പഠിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന്റെയും അർത്ഥം പഠിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി എന്നാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതനാണെന്നും പഠിച്ചു. പിന്നെ താഴോട്ട് എന്ത് പഠിച്ചു? എന്താണ് തൗഹീദ് എന്നും പഠിച്ചു, എന്താണ് ഷിർക്ക് എന്നും പഠിച്ചു. എന്താണ് തൗഹീദ്? അവൻ സാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണെന്നും ആരാധനക്കർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ് എന്ന് പഠിച്ചു. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് തുല്യമായ മറ്റൊന്ന് ഉണ്ടെന്നും ആരാധനക്ക് അർഹത മറ്റൊന്നിന് ഉണ്ടെന്നും വിശ്വസിക്കലാണ് ഷിർക്ക് എന്നും പഠിച്ചു. ഒരു അല്ലാഹു പൊറുക്കാത്ത ഏറ്റവും വലിയ പാപമാണ് ഏത്? തൗഹീദ് എന്ന് പറയുന്നത് അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. അപ്പോ അല്ലാഹു പൊറുക്കാത്ത വൻ പാപമാണ് ഏത്? ഷിർക്ക്. അല്ലാഹുവിന്റെ സർവ്വവിധി വിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് അന്ത്യപ്രവാചകനായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിന്റെ തിരുദൂതനാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ അള്ളാഹുവിന്റെ സർവ്വവിധി വിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് ആര് വഴിയാണ്? മുഹമ്മദ് നബി തങ്ങൾ വഴിയാണ്. നബി തങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് നാം വിശ്വസിക്കണം. നബി തങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് നാം വിശ്വസിക്കണം. മറ്റാരെക്കാളും എന്തിനേക്കാളും നബിയെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം. നബിയോടുള്ള സ്നേഹം നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്? നബിയുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം എന്നും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം തൗഹീദിന്റെ പ്രഖ്യാപിത വചനമാണ്. തൗഹീദിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പൊ തൗഹീദിന്റെ പ്രഖ്യാപിത വചനം ഏതാണ്? ലാ ഇലാഹ
ഇല്ലല്ലാ. ഈ പാഠത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നതിന്റെ അർത്ഥം എന്താണ്, പിന്നെ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെയോ മുഹമ്മദ് നബിയെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും പഠിക്കാനുണ്ടോ, പിന്നെ തൗഹീദിന്റെ പ്രഖ്യാപിത വചനം ഏതാണ്, ലാ ഇലാഹ ഇല്ലല്ലാ. ഇതിന്റെ ചോദ്യ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്, നമ്മെ സംരക്ഷിക്കുന്നവൻ ആരാണ്, ആരാണ് നമ്മെ സംരക്ഷിക്കുന്നത്, അല്ലാഹു. ഷിർക്ക് എന്നാൽ എന്ത്, ഷിർക്ക് നമ്മൾ ഇപ്പുറത്ത് കണ്ടു അല്ലെ, ഈ പാഠത്തില് എവിടെയാണ് കണ്ടത് ഷിർക്ക്. ഷിർക്ക് എന്നാൽ എന്ത്, അള്ളാഹുവിനോട് തുല്യമായ ഉണ്ടെന്നോ ആരാധനക്കർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക്. അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ, അതാണ് ഷിർക്ക്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു, ഷിർക്ക് എന്നാൽ എന്ത്. മൂന്നാമത്തെ ചോദ്യം തൗഹീദ് എന്നാൽ എന്ത്. തൗഹീദ് എന്നാൽ എന്താന്നുള്ളതും ഇപ്പുറത്ത് ഉണ്ടായിരുന്നു. എന്താണ് തൗഹീദ് എന്നാൽ, അവൻ സാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണെന്നും ആരാധനക്കർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ്. നാലാമത്തെ ചോദ്യം എന്താണ്, അള്ളാഹു പൊറുക്കാത്ത വൻ പാപം ഏതാണ്. അള്ളാഹു പൊറുക്കാത്ത വൻ പാപം എന്താണ്, ഷിർക്കാണ് അല്ലെ, അള്ളാഹുവിനെ മറ്റൊന്നിനുമായി പങ്കു ചേർക്കൽ. തൗഹീദിന്റെ പ്രഖ്യാപന വചനം ഏതാണ്. അഞ്ചാമത്തെ ചോദ്യം, തൗഹീദിന്റെ പ്രഖ്യാപന വചനം ലാ ഇലാഹ ഇല്ലല്ലാ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നമുക്ക് എത്തിച്ചു തന്നത് ആരാണ്, മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അർത്ഥം എഴുതാനാണ് രണ്ടാമത്തെ പ്രവർത്തനം. ലാ ഇലാഹ ഇല്ലല്ലയുടെയും മുഹമ്മദ് റസൂലുള്ളയുടെയും അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ല ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. മുഹമ്മദ് റസൂലുള്ള എന്നതിന്റെ അർത്ഥം നമ്മുടെ അള്ളാഹുവിന്റെ തിരുദൂതനാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അതിന്റെ അർത്ഥം. ഈ പാഠം ചോദ്യോത്തരം ഇവിടെ കഴിഞ്ഞു.